ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. അഞ്ചു വന്നില്ലേ? ഇപ്പോൾ വരുമായിരിക്കും. നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചത് 2 കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചുമതല ഞാൻ ബിന്ദു ടീച്ചറിനെയാണ് ഏൽപ്പിക്കുന്നത്. ടീച്ചർ ഓക്കെ ആണല്ലോ അതിന്? സാർ എന്താ ലേറ്റ് ആയോ? ബ്ലോക്കായിരുന്നു മിസ്. എന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പച്ചക്കറിത്തോട്ടത്തിൻ്റെ കാര്യമല്ലേ? അത് ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഓൾറെഡി നമ്മൾ സ്പോർട്സ് നടത്തി, പക്ഷേ നമ്മൾ ലോങ് ജമ്പ് നടത്തിയില്ല. സാർ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ടീച്ചർ. സ്കൂളിൻ്റെ സ്ഥലപരിമിതിയെക്കുറിച്ച് സാറിന് അറിയാലോ. അന്ന് സ്പോർട്സ് നടത്തിയത് മറ്റൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിന് കിട്ടില്ല. നമ്മുടെ ഈ സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ സാറ് ലോങ് ജമ്പ് നടത്തണം. നടത്തിയേ പറ്റൂ. ഇവിടെയാണ് നമ്മൾ പച്ചക്കറിത്തോട്ടം നടാൻ തീരുമാനിച്ചത്. ഇവിടുത്തെ ഇവിടെ ഇത്ര. അപ്പം നമ്മുടെ പോച്ചയെല്ലാം വെട്ടി ക്ലീൻ ചെയ്യണം. ഇവിടുത്തെ അപ്പോൾ അതൊക്കെയോ? അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. നമ്മുടെ ഇപ്പോൾ കുറച്ച് തൈ ഇരിപ്പുണ്ട്. തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ. അതിനെ അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഓരോ സൈഡിലായിട്ട് നടാം. നമുക്കിപ്പോൾ ആ സൈഡിലായിട്ട് നമുക്ക് തക്കാളി നടാം. പിന്നെ ഇവിടെ നമുക്ക് വഴുതനങ്ങ, പിന്നെ ഇവിടെ നമുക്ക് വെണ്ടയ്ക്കൊക്കെ നടാം. പിന്നെ ഇവിടെ വൃത്തിയാക്കാൻ നാളെ ആൾ വരുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കി തൈകൾ നാളെ മറ്റന്നാളായിട്ടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ വേണമെങ്കിൽ ആ സൈഡിലായിട്ടാണെങ്കിൽ നമുക്ക് ചീരയൊക്കെ നടാം കേട്ടോ. കൊച്ചു, നീ ഇത് എവിടെ പോയി കിടക്കുവാ? ടീച്ചർ, മുളക്. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? ഇല്ല ടീച്ചർ. നമുക്ക് ഇവിടെ വെണ്ടയ്ക്കയും വഴുതനയും ഒക്കെ നടാം. ഇവിടെ അല്ലേ? ഇവിടെ വേണമെങ്കിൽ ആ സൈഡിലായിട്ട് നമുക്ക് ചീരയും. അപ്പോൾ അവിടെ നമുക്ക് ചേമ്പും കാച്ചിലും ഒക്കെ വേണമെങ്കിൽ നടാം. ഇവിടെ ചേമ്പും കാച്ചിലല്ലേ? അവിടെ ചേമ്പും കാച്ചിൽ. അപ്പം നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ സയൻസ് ക്ലബ്ബിലെ പിള്ളേരോടുകൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. നമ്മുടെ PT സാറല്ലേ? അങ്ങനെ എന്ത് ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? നമുക്ക് ചോദിച്ചു നോക്കാം. സാറിവിടെ എന്തെടുക്കുക? എന്താ ചെയ്യുന്നേ? ലോങ് ജമ്പ് നടത്തുന്ന കാര്യം മിസ് പറഞ്ഞത് ടീച്ചറും കേട്ടതല്ലേ? അതിനിടെ പച്ചക്കറിത്തോട്ടം നടാനുള്ളതല്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എനിക്ക് ലോങ് ജമ്പ് നടത്തണ്ടേ? അതൊന്നും എനിക്കറിയണ്ടേ. എനിക്കിവിടെ പച്ചക്കറിത്തോട്ടം നടണം. എനിക്ക് ലോങ് ജമ്പ് നടത്തണം. ഇവിടെ ലോങ് ജമ്പ് നടത്തിയേ പറ്റൂ. എനിക്കിവിടെ പച്ചക്കറിത്തോട്ടം നടത്തിയേ പറ്റൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനിവിടെ നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഞാനിവിടെ തന്നെ നടത്തിയിരിക്കും. നമുക്ക് കാണാം. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അത് വേണമെങ്കിൽ അങ്ങ് എടുത്തോ. ടീച്ചറിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ തന്നെ നടത്തും. താൻ അതൊന്നും നടത്താം. ഞാനത് കാണട്ടെ. ടീച്ചറെ പോലെ ടീച്ചറെ. എന്ത് പറ്റു? ടീച്ചറെ അവിടെ ഭയങ്കര അടി. ആരൊക്കെ? PT സാറും സയൻസ് ടീച്ചറും. എന്താ കാര്യം? എന്ത്? സാറിന് ലോങ് ജമ്പ് നടത്തണം, ടീച്ചറിന് ചെടി നടണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്ന് പിടിച്ച് മാറ്റി ടീച്ചറെ. നോക്കാം. പ്രശ്നം പ്രിൻസിപ്പൽ രാവിലെ പറഞ്ഞത് ടീച്ചർ കേട്ടതാണല്ലോ, ലോങ് ജമ്പ് നടത്തുന്ന കാര്യം. ഇപ്പോൾ ബിന്ദു ടീച്ചർ വന്ന് ഈ സ്ഥലത്ത് പച്ചക്കറി തോട്ടം നടത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് സാറ് വരുന്നതിന് മുന്നേ പച്ചക്കറിത്തോട്ടത്തിൻ്റെ കാര്യം പ്രിൻസിപ്പൾ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? സാർ ഇപ്പോൾ സ്റ്റാഫുകളോട് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുമായിരുന്നു. ടീച്ചർ, ഞാൻ അവിടെ ആ സ്ഥലം പോയി കണ്ടിരുന്നു. സാറിന് നീളത്തിലാണോ വേണ്ടേ? നീളത്തിലാണ്. റെക്റ്റാങ്കിൾ ഷേപ്പാണല്ലേ? അതെ ടീച്ചർ. എത്ര ഏരിയയാണ് വേണ്ടത്? ഒരു 78 മീറ്റർ സ്ക്വയർ വരണം. അത്രയും വേണമല്ലേ? സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ടീച്ചർ, നമുക്കിപ്പോൾ ആകെ പച്ചക്കറി തോട്ടം അല്ലേ ഉള്ളൂ. ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാം. അത്രയും സ്ഥലത്ത് ചെയ്യാൻ പറ്റുമോ? സാർ, അപ്പോൾ നമുക്ക് വീതി X ആയിട്ടും നീളം 2x+1 എടുത്തു കഴിഞ്ഞ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വഴിയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നീളം വീതിയും കൂടെ ഗുണിക്കുന്നതാണല്ലോ. അപ്പോൾ X × 2x+1 എന്ന് പറയുന്നത് നമുക്ക് ഏരിയ 78 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2x² + x = 78. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6ഉം പിന്നെ ഒരു നെഗറ്റീവ് നമ്പറും കിട്ടും. അപ്പോൾ ഈ X 6 എടുത്താൽ മതി വീതിക്ക്. വീതി അപ്പോൾ 6 ആകുമ്പോൾ നീളം 6ൻ്റെ 2 മടങ്ങിൻ്റെ കൂടെ 1 കൂട്ടും. അപ്പോൾ നമുക്ക് നീളം 13 കിട്ടും. അപ്പോൾ സാറ് 13 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുള്ള സ്ഥലം എടുത്താൽ മതി. അപ്പോൾ ഏരിയ കറക്റ്റായിട്ട് കിട്ടും. ടീച്ചറെ, ഞാനും സാറും കൂടെ സംസാരിച്ചായിരുന്നു. ടീച്ചർ കൊടുത്തത് 50 മീറ്റർ സ്ക്വയറേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു 28 മീറ്റർ സ്ക്വയർ കൂടെ കൊടുത്താൽ അവിടെ സാറിന് ലോങ് ജമ്പ് നടത്താൻ പറ്റും. ഓക്കെ ടീച്ചർ. ടീച്ചർ, സീമ ടീച്ചർ കാര്യമെല്ലാം പറഞ്ഞില്ലേ? അത് ഓക്കെ അല്ലേ? ഓക്കെ സാർ.